ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് അതിജീവിതയുടെ രഹസ്യമൊഴിയെടുക്കും. രാഹുൽ പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്ന തിരുവല്ലയിലെ ഹോട്ടൽ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പ്രതിയായി ജയിലിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷയിലും ഇന്ന് വിധി പറയും. ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. ഷാജി, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിജീവിത ഇന്ന് ഈ കേസിൽ രഹസ്യമൊഴി നൽകും എന്നത് തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ. ഒപ്പം തന്നെ നിർണായകമായ തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ക്ലബ് 7 ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം 8/4/2024 ശേഖരിച്ചുവെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇയാളുടെ കസ്റ്റഡി അപേക്ഷയിൽ ഇന്ന് കോടതി തീരുമാനം പറയുകയും ചെയ്യും, അല്ലേ? തീർച്ചയായിട്ടും മനു, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ നടക്കുന്ന ദിവസങ്ങളാണ്. അറിയാം, അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായപ്പോൾ, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിച്ചപ്പോൾ കസ്റ്റഡി വാറണ്ട്, അതായത് ഇയാളെ കസ്റ്റഡി കിട്ടുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ വാറണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഏതാണ്ട് ഒരു 10-11 മണിയോടുകൂടി തന്നെ മാവേലിക്കര സബ് ജയിലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ തിരുവല്ലയിലെ കോടതിയിലെത്തിക്കും. അതിനുശേഷം ഏതാണ്ട് ഒരു 11-11:30 മുൻപായിട്ട് തന്നെ ഇതിനെന്തായാലും ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയും. അതായത് സ്വാഭാവികമായിട്ടും ഈ കേസിൽ അന്വേഷണ സംഘത്തിന് ഒട്ടനവധി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ CCTV ദൃശ്യങ്ങളടക്കം കൃത്യമായ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ ഈ മൂന്നാമത്തെ കേസിൽ പരാതിക്കാരി നൽകിയിരിക്കുന്നതിന് ആസ്പദമായിട്ടുള്ള തെളിവുകളെല്ലാം ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. മാത്രവുമല്ല, ആദ്യത്തെ കേസുകളും അതോടൊപ്പം തന്നെ മറ്റ് ചില കേസുകളുമൊക്കെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരം കേസുകളെക്കുറിച്ചൊക്കെ തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല, ഇയാൾ ഈ പെൺകുട്ടികളുമായി പോയി ഏതൊക്കെ ഹോട്ടലുകളിൽ മുറിയെടുത്തു, എവിടെയൊക്കെയാണ് താമസിച്ചത്, ഏതൊക്കെ ജില്ലകളിൽ പോയി, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ടും അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നത്. 7 ദിവസം കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകുക. കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വക്കീൽ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും കോടതി അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു. ഇനിയിപ്പോൾ ജില്ലാ കോടതിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജാമ്യവും മറ്റും പരിഗണിക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് പുറത്തു വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ പോലീസ് രാവിലെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ഇയാളെ വിവിധ സ്ഥലങ്ങളിൽ നേരെ എയർ ക്യാമ്പിലേക്കായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യ സങ്കേതത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ വെച്ച് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഈ അതിജീവിത അല്ലെങ്കിൽ ഈ പരാതിക്കാരികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. അതിൽ ഇയാളുടെ മൊഴി വളരെ നിർണായകമാണ്. അത് കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം ഇയാളോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇയാൾ പറയുന്ന ഓരോ ചോദ്യത്തിനുള്ള മറുപടികളും ഇയാൾ അത് എന്തായാലും നിരസിക്കാനാണ് സയന്റിഫിക് തെളിവുകളടക്കം ഏറ്റവും നിർണായകമാണ്. അതിൽ ഒന്നാം ഘട്ടം അന്വേഷണ സംഘം വിജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ആ പറയുന്ന ദിവസത്തിലെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ. തീർച്ചയായിട്ടും മനു, കാര്യം നേരത്തെ മുതൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്ന അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രേരിത കേസുകളാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാമെങ്കിലും ഇപ്പോൾ ഈ തെളിവുകളൊക്കെ തന്നെ കാര്യം കൃത്യമായിട്ട് ആ പെൺകുട്ടി പറയുന്ന ദിവസം, അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ദിവസം ഹോട്ടലിൽ പരിശോധിച്ചപ്പോൾ CCTV അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയിൽ പല സ്ഥലങ്ങളിൽ പോയി എന്ന് പറയുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ കൊണ്ട് തെളിവെടുത്തു. മാത്രവുമല്ല, ഇയാളുമായിട്ട് അടുപ്പ ബന്ധമുള്ള പലരെയും ഇതിനോടകം തന്നെ പോലീസ് വിളിപ്പിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ ഏതാണ്ട് പോലീസ് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സോണിൽ നിൽക്കുകയാണ്. കാര്യം ഇനിയിപ്പോൾ ഇയാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചറിയുക എന്നത് മാത്രമായിരിക്കും ഇനി മുന്നിലുള്ള ഏക പൊമ്പഴി. അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ഒരു 11-11:30 മുൻപായിട്ട്, എന്തായാലും ഉച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് അന്വേഷണ സംഘം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് തെളിവുകൾ കൂടി ശേഖരിക്കും. അങ്ങനെ ആ തെളിവുകളൊക്കെ കൂടി ശേഖരിച്ച് പൂർണ്ണമായിട്ടും ഇയാൾക്കെതിരെയുള്ള കുരുക്ക് പൂർണ്ണമായിട്ടും മുറുക്കിയ ശേഷമായിരിക്കും ഇയാളെ വീണ്ടും കോടതിയിലേക്ക് തിരികെ നൽകുക. മനു, ഷാജി, അങ്ങനെ തന്നെ. ഒപ്പം തന്നെ ഷാജി, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ അതിജീവിതയായ പെൺകുട്ടി നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് അവരുടെ 164 രഹസ്യമൊഴി ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ രേഖപ്പെടുത്തുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ വീഡിയോ കോൺഫറൻസ് വഴി, സൂം ലിങ്ക് വഴി അവർ മൊഴി നൽകിയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ മൊഴി മജിസ്ട്രേറ്റിന് മുൻപിൽ രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതും ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ്.
തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാര്യം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ അന്വേഷണ സംഘം എത്രത്തോളം രഹസ്യമായിട്ടാണ് ഈ കേസ് ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. അതുകൊണ്ട് കൂടിയാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ടാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും ഈ കേസിൽ ഈ പെൺകുട്ടി കൂടി നാട്ടിൽ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇരുവരെയും ഇരുത്തി ചോദ്യം ചെയ്യാനുള്ളൊരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകും. കാര്യം അങ്ങനെ വരുമ്പോൾ ഈ കേസിന് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ പോലീസ് നടപടികൾ അപ്രകാരമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി വിദേശത്തായിരുന്ന കുട്ടി ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇയാളെ കൂടി ഇരുത്തിക്കൊണ്ടും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഇയാൾക്ക് അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല ഇതിന് മുൻപുള്ള കേസുകളിലും കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അന്നൊക്കെ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഒക്കെ ശ്രമിച്ചപ്പോൾ ഇയാൾ തന്ത്രപൂർവ്വം രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ കയ്യിൽ കിട്ടിയ ഈ ഒരു സാഹചര്യത്തിൽ ഇയാളിൽ നിന്നും മാക്സിമം തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പോലീസിന് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 2 കേസുകളിലും പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോഴൊക്കെ തന്നെ ഇയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇയാളെ പിടികൂടിയതിന് ശേഷം പോലീസിന് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. അത് ഈ വരുന്ന 2-3 ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും പോലീസ് ശേഖരിച്ചുകൊണ്ടായിരിക്കും ഇയാളുമായിട്ട് ഇനി കോടതിയിലേക്ക് വീണ്ടും എത്തുക. എന്തായാലും ഇന്ന് രാവിലെ ഏതാണ്ട് 9-10 മണിക്ക് മുൻപായിട്ട് മാവേലിക്കര സബ് ജയിലിൽ നിന്നും സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും ഇയാളെ പോലീസ് നേരെ തിരുവല്ല കോടതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ഷാജി, ഒക്കെ താങ്ക് യു. ഞാൻ അല്പസമയത്തിനകം ഷാജിയെ വീണ്ടും വിളിക്കാം മറ്റു വാർത്തകൾക്ക് വേണ്ടിയിട്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനം വരും. അതോടൊപ്പം തന്നെയാണ് ആ പെൺകുട്ടി ഇന്ന് രഹസ്യമൊഴി മജിസ്ട്രേറ്റ് മുൻപിൽ നൽകുക എന്ന് പറയുന്ന ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ലബ് 7 ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അന്വേഷണം വളരെ വേഗത്തിൽ തെളിവ് ശേഖരണം അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.